ഇത് തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും വിളിക്കൽ തുടങ്ങി. നിങ്ങളാരാ? നിങ്ങൾ സെബിൻ്റെ ഫ്രണ്ട്സാ. സെബിൻ അവിടെ എന്തോ കുളിക്കാൻ എന്തിനു പോയി. അപ്പോൾ എനിക്കൊന്ന് ബാങ്ക് പോകണമെന്ന് നിങ്ങളുടെ കൂടെ. എന്നാൽ സെബിൻ വന്നിട്ട് പോയാൽ പോരെ. സെബിൻ വരുമ്പോഴേക്കും ലേറ്റ് ആവും. ചിലപ്പോൾ ബാങ്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങളെയും കൂട്ടിയിട്ട് പോകണം. എന്നാൽ പോവാം. അല്ല, ഈ ചാക്കിലെന്താ? അത് കുറച്ച് എന്താ പറയുക പണം നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. ഇതാരാ? ഡ്രൈവറാ. ബാ പോവാ. ബാ. ജീപ്പാണല്ലോ, ഇതിലേ പോണേ. നിങ്ങൾ ജീപ്പിലേ പോണേ? ഇതെന്താ കാടോ? കാടിൻ്റെ അടുത്താണല്ലോ നമ്മളിപ്പോൾ എത്തിയത്. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയടാ. നീ എന്താ വിചാരിച്ചേ? നമ്മൾ ബാങ്ക് പോകുന്നു. നിനക്ക് ഞാനാരാന്ന് മനസ്സിലായില്ലേ? അതിൻ്റെ മുന്നേ വേറൊരു കാര്യം. നീ ആരാ? എനിക്കറിയാം. ഞാനും ഇതെൻ്റെ ഡ്രൈവറും. ഞങ്ങൾ രണ്ടുപേരും ഒരു കൊല്ലമായിട്ട് ഒരു ടീമിൻ്റെ പേരാണ് ഞങ്ങളിട്ട്. ആ ടീമിൻ്റെ പേരാണ് തള്ളം. അവൻ തള്ളുകൊണ്ടാവും തള്ളം കിട്ടാൻ. അതുകൊണ്ടൊന്നുമല്ല. നിനക്ക് ഞാനാരാന്ന് ഇതുവരെ മനസ്സിലായില്ല അല്ലേ? നിൻ്റെ ഏട്ടൻ അവിടെ കുളിക്കുന്നതെന്ന് പറഞ്ഞത് കള്ള. ഈ ചാക്കിൻ്റെ ഉള്ളിലുള്ളത് നിൻ്റെ ഏട്ടനെ വെട്ടി പീസാക്കിയിട്ട് ശരീരമാണ് പേടി. എൻ്റെ ചേട്ടനെ വെട്ടി പീസാക്കിയിട്ട് അവിടെ നിന്ന് നീ എന്താ വെറുതെ? ഒരു കളിയാടാ. ഈ കളിയിലെ ഹീറോ ഈ ജോർജ് സാറാടാ. ഇവിടെ ഒരു സിനിമ കണ്ടിട്ട് അവൻ ഇറങ്ങിയിരിക്കുകയാണ്. ജോർജ് സാറാ പേരെന്താണെന്ന് അറിയടാ. നിന്നെ പണ്ട് 2ാം ക്ലാസ്സിൽ ഒരു മാത്സ് ടീച്ചർ പഠിപ്പിച്ചില്ല? ആ മാത്സ് ടീച്ചറിനോട് നിനക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ആ മാത്സ് ടീച്ചറിൻ്റെ പേരെന്താടാ? ജോർജ് തന്നെയാണ്. പക്ഷെ അയാളാണോ നീ? അതാടാ ഞാൻ പറഞ്ഞ ഈ കളിയിലെ ഹീറോ ഞാനാടാ, ഈ ജോർജ് സാറ്. ഓ, ഇപ്പോഴാ മനസ്സിലായേ. അപ്പം ഡ്രൈവറോ ഒരു വീട്ടുകാരൻ. പക്ഷേ ഇനി വെട്ടാൻ പോകുന്നത് നിന്നെയാണ്. ഞങ്ങൾ ഈ ജോലി തുടങ്ങിയിട്ട് 1 കൊല്ലമായിട്ട്. ഇതിൽ ആദ്യം വെട്ടിയത് നിൻ്റെ ഏട്ടനെ തന്നെ. കുറേ കാലം നിൻ്റെ വീട്ടിലൊരു ഏട്ടനും ഉണ്ടായിരുന്നില്ല, ഒരു കുണോപ്പും ഉണ്ടായിരുന്നില്ല. നിൻ്റെ ഏട്ടനെ മൈൻഡ് ചെയ്യില്ലല്ലോ. ആ തക്ക നോക്കി ഞങ്ങൾ വെട്ടി പീസാണ്. ഏട്ടനോടുള്ള ശത്രുത ഉണ്ടോ? അതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ഞാൻ നിന്നെ അല്ല തുടരുത്ത ഉണ്ടെങ്കിൽ ഈ പുലിയാണെങ്കിൽ എന്നെ ഒന്ന് ഉന്തി താഴെ വീഴ്ത്തി കാണിക്കും. എന്നിട്ടല്ലേ വെട്ടി പീസ്. നിങ്ങൾ വരെ തള്ളുന്ന ടീമല്ലേ? The sun is up, so run it down. Get your money up. I put money down on all of us, on my people now, on what I love. Ooh. എഴുതിയ വരി ചന്ദനം മണക്കില്ല. കരുത ക്ഷത്രിയനല്ല, ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ഉഴുത്ത ചക്ക വീണപ്പ ചത്തമോയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടി കത്തിക്കരലും പൊട്ടിക്കറിയില്ല. Now bring out the drums in this bitch, and my homie got me do it. That I say what I want. Bring out the guns in this bitch, and load up a clip. I'm gon' shoot up the place with a car. I see the buns every wish, and we end in the ditch, and the fantasy of my heart. I see the love that we give, and the love that we give. And sure everything come up for several. അവനവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഏട്ടനെ തല്ലി തേടി അവനെ ചാക്കിലാക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ആരും വരില്ല. ഇവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ വേറെ ഒറ്റനും കൂടി വരും. ആരാ ഇതിലൊക്കെ കുഴിച്ചിട്ടേ? മനുഷ്യൻ്റെ ശരീരമാണല്ലോ അത്. അയ്യോ ചേട്ടാ, ഒന്നും ഇങ്ങോട്ട് വരുമോ? എന്താടാ? കുഴിച്ചിട്ടതൊരു മനുഷ്യൻ്റെ ശരീരമാണ്. അതാര് കുഴിച്ചിട്ടത്? അത് വല്ല വേറെ ഏതെങ്കിലും ക്രിമിനൽസ് ഒക്കെയാവും. വേറെ ക്രിമിനൽസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരൊക്കെ കുഴിച്ചിട്ടാവും. പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അന്വേഷിച്ചോ. ഞാൻ കുഴിച്ചതാണെന്നിട്ട് അവൻ അറിഞ്ഞാൽ പണി പാളി. എന്നാലും എൻ്റെ ഏട്ടനെ ഞാൻ കുഴിച്ചിട്ടില്ലേ, അതിനുള്ള പ്രതികാരം ഞാൻ കൂട്ടിയില്ല. അത് മതി. നീയല്ലേ? എൻ്റെ ബോസിന് നീയല്ലടാ കുഴിച്ചിട്ടേ? ഓൻ്റെ കൂടെ
അവനെ കുഴിച്ചിട്ട് എൻ്റെ ബോസിന് എന്തോ മരുന്ന് കുടിച്ച് ഭ്രാന്ത് കയറിയിട്ട് വല്ലതും പറഞ്ഞതാണ്. അതിന് നീ എന്തിനാ അവനെ കുഴിച്ചിട്ട്? പിന്നെ ആരാ ഇപ്പൊ പോയ ചെക്കനില്ലേ, അവനാണ് നിന്റെ ഏട്ടനെ കൊന്നു. അതെന്തുകൊണ്ട് എൻ്റെ ഏട്ടനെ അവൻ കൊന്നു? എന്തോ ഒരു കണക്ക് തീർക്കുന്നതിൻ്റെ പേരിൽ എന്തിനോ വേണ്ടി അവനൊന്ന് പീസാക്കിയിട്ട് കൊന്നതാ. നീ പെട്ട്. ഇന്ന് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം. മരമാറി ബോസിനെ ഒന്ന് കുഴിച്ചു മൂടി ഒന്നും അറിയാത്ത പോലെ എണ്ടി മര്യാദയ്ക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നു. അല്ലെങ്കിൽ സിംഹവാല് പുറത്തെടുക്കേണ്ടി വരും കേട്ടാ. ഇതൊന്നും പറയും. നീ എങ്ങോട്ടും പോവില്ല, വാതിലിപ്പടയും കാണല്ലോ. ഇതെങ്ങനെ കള്ളൻ ടീമേ തള്ളി എങ്ങോട്ട് പോകുന്ന വെച്ചിട്ടാ? ആര് കൊന്നാലും വേണ്ടില്ല, എൻ്റെ ഏട്ടൻ്റെ പക ഞാൻ തീർത്ത്. അത് മതി. ഇനി മുണ്ടാണ്ട് ഇവിടെ കുത്തിരുന്നോ? പോലീസും മറ്റേന്നും പറഞ്ഞ് അങ്ങോട്ടൊക്കെ പോയാ വാടാ. മുണ്ടാണ്ടിക്കടാ പാട്ടി. ഇവനും മരിച്ച എടാ കോൺട്രായി. ഇനി ഇവിടെ നിന്ന് പോവാണ്ടിരിക്കുന്ന നല്ലേ. പോലീസ് എന്നെ പിടിച്ചെടുത്ത് എവിടെങ്കിലും കൊണ്ടുപോകും. എങ്ങനെങ്കിലും ഇവനെ പിടിച്ചു മൂടണല്ലോ. അവനും ഇവിടെ ഉണ്ടാവും. അവൻ്റെ ഏട്ടനെ തീർത്ത മതി. അവനെയും തീർക്കാം. ഡാ സുഖല്ലേ? തീർത്തവരുണ്ടല്ലോ അവിടെ. പട്ടി എൻ്റെ ഏട്ടനെ തീർക്കൂലേ? അമ്മേ എന്നെ കൊല്ലല്ലേ. അയ്യാ ഇന്ന് മരണം. പിന്നീട് 2 ശവം ബാക്കിയുണ്ട്. ഇവരെയും എടുത്ത് കൊല്ലണം. ഇവരെയും പിടിച്ചു കൊടുക്കണമെങ്കിൽ പോലീസ് പൊക്കും. ഒന്നും പറയണ്ട, ഞങ്ങൾ വിവരം മുഴുവൻ അറിഞ്ഞടാ. വാടങ്ങിട്ട് ജയിലിൽ പോവാൻ. എൻ്റെ ഡയലോഗും പറയുന്നില്ല, ലൂസിഫറിൻ്റെയും ഡയലോഗ് പറയുന്നില്ല. ഇപ്പം അടുത്ത് മോഹൻലാലിൻ്റേതോ ഏപ്രിലേറ്റ് ഇറങ്ങിയ തുടരും സിനിമേൻ്റെയും ഡയലോഗ് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പോവാ. എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒറ്റക്കൊമ്പൻ്റെ അടി. ധൈര്യം ഉണ്ടെങ്കിൽ വാസാറേ തോക്ക്. നല്ല 1.5 തോക്ക്. ഒറ്റ വെടികൊണ്ട് നീ ചാവും മോനെ. കാരണം നീ ചെയ്ത മുഴുവൻ മർഡർ കേസായിരുന്നു. നിന്നെ എന്തായാലും കൊല്ലാനാണ് ഞങ്ങളെ പ്ലാൻ. ശരി, ഒന്നാം നെഞ്ചത്ത് വെടിവെക്ക് സാറേ. അത്രയ്ക്ക് അഹങ്കാരം. എടാ നിന്നെ ഞാൻ അടിച്ചിട്ട് തന്നെ കാര്യം. സാറും ചത്ത. എന്താണ് എൻ്റെ കയ്യിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഹാർട്ടിലടിച്ചപാടെ എല്ലാവരും ചാവാണല്ലോ. ആര് പറഞ്ഞ് ചത്തന്നെ? വാടാ പണി പാളി. ഓനെ പിടിച്ച ജയിലിടറാ. എല്ലാ പോലീസുകാരും പോയല്ല. ഇനി എല്ലാത്തിനും കുഴിച്ചു മൂടി. എന്നോടാ കളി.